പ്രിയ സഹോദരനെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് എളിദാസിനെ അനുചോർത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സംഭവിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, വാർത്തകൾ നമ്മൾ കേൾക്കുന്നു, ധാരാളം കാര്യങ്ങൾ നമ്മൾ അറിയുന്നു. എല്ലാം മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ പറയുന്ന സ്ഥലം, UAE എന്ന് പറയുന്ന സ്ഥലം, ഇതിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നിലവിൽ യുദ്ധങ്ങൾ കേൾക്കുന്നതും യുദ്ധങ്ങൾ നടക്കുന്നതും എല്ലാം. അപ്പോൾ നമ്മൾ ഈ പശ്ചാത്തലത്തെ വളരെ ശ്രദ്ധാപൂർവം കാണുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്യാസ് തീർന്നുപോയി, പല വീടുകളിലും ഗ്യാസ് കിട്ടാനില്ലാതെ ഒരുപാട് ആളുകൾ വേദനിക്കുന്നു, അല്ലെങ്കിൽ ഗ്യാസിന് വേണ്ടി ക്യൂ നിൽക്കുന്നു, കാത്തു നിൽക്കുന്നു. അത് കിട്ടാതെ വന്ന കുറേ ആളുകൾ വീടും പറമ്പും ഉള്ളവർ കൂടിപ്പോയി കുറച്ച് വിറകൊക്കെ പെറുക്കി അത്യാവശ്യം കാര്യങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരു ചെറിയ പശ്ചാത്തലം നമ്മുടെ മുമ്പിൽ, ഒരു ചെറിയ മതിൽ, നമ്മുടെ നിത്യജീവിതത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ചെറിയ മതിൽ രൂപപ്പെട്ടപ്പോഴാണ് എല്ലാവരും രണ്ടാം വരവ് ഉണ്ടോ, ഉണ്ടായേക്കാം, അങ്ങനെ യേശു വരുമോ, വന്നേക്കാം, അങ്ങനെ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, എനിക്കൊന്നും ചെയ്യാനില്ല എന്നൊക്കെയുള്ള തീരുമാനം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വ്യക്തികളുമായിട്ട് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ പറ്റി സംസാരിക്കാൻ ഇടയായപ്പോൾ അവരും പറയുന്നത്, ബ്രദറെ, ഇത് ലോകത്ത് ഒത്തിരിയോ യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്, അത് എൻ്റെ യുദ്ധം നടക്കും, അത് 1 മാസമോ 2 മാസമോ 1 വർഷം 2 വർഷം കഴിയുമ്പോൾ, ഇപ്പോൾ ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം ഉണ്ടായി, നമുക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് 8 വർഷക്കാലം അവർ തമ്മിൽ യുദ്ധം ചെയ്തു. അതിന് യുദ്ധം തീർന്നു. ആ രാഷ്ട്രങ്ങൾ ഇന്നും ഉണ്ടായിരുന്നു. ഇറാൻ ഇപ്പോഴും ഉണ്ട്, ഇറാഖ് ഇപ്പോഴും ഉണ്ട്. ഇതെല്ലാം സ്വാഭാവികമാണ്. ഇപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നില്ലേ, ഇതെല്ലാം സ്വാഭാവികമാണ്. ഇതിനകത്ത് അസ്വാഭാവികമായിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു ചെറിയ യുദ്ധത്തിൻ്റെ മേഖലയുള്ളിത്, അതുകൊണ്ട് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് ഗ്യാസ് തീർന്നുപോയി. അത് അന്വേഷിച്ചപ്പോൾ ഇനി ഗ്യാസിന് വരണം എന്നുള്ള കണ്ടീഷൻ. അങ്ങനെ ഒമാൻ്റെ തീരത്തു നിന്നും ഹോർമോസ് കടലിടുക്കിൽ നിന്നും ഒക്കെ ഇത് വരണമെന്ന് മനസ്സിലാക്കുന്ന പശ്ചാത്തലം വീട്ടമ്മമാരും കൂടെ മനസ്സിലാക്കി. നേരത്തെ ആണുങ്ങൾ, അല്ലെങ്കിൽ പുരുഷന്മാർ, അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ, രാഷ്ട്രീയത്തിലുള്ളവർ, അല്ലെങ്കിൽ നേതൃത്വ നിരയിലുള്ളവർ, ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ മാത്രമേ ഹോർമോസ് കടലിൽ പറഞ്ഞാൽ എന്താണ്, ഗ്യാസ് കയറി വിടുന്നത് എവിടെ നിന്നാണെന്നൊക്കെ അറിയത്തുള്ളൂ. എന്നാൽ ഇന്ന് അടുക്കളയിലിരിക്കുന്ന അമ്മമാരും ഹോർമോസ് കടലിടുക്കിൽ എന്താണ് സംഭവിക്കുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഹോർമോസ് കടലിടുക്കിലൂടെയാണ് ഈ ഗ്യാസ് എടുത്തുകൊണ്ട് വരേണ്ടതെന്നും അത് ഇപ്പോൾ അടഞ്ഞിരിക്കുന്നതും അവിടെ യുദ്ധം നിഴലിക്കുന്നതൊക്കെ അവർ മനസ്സിലാക്കി തുടങ്ങി. അപ്പോഴാണ്, അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഗ്യാസ് ഇല്ലാതായി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്തായിരിക്കും? അപ്പോൾ പലരും എന്നോട് തന്നെ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ പെട്രോൾ ഡീസൽ ഇല്ലാണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് സംഭവിക്കാൻ പോവുകയാണ്. അത് ചിലപ്പം 1-2 ദിവസം കൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ 2-3 മാസങ്ങൾ കൊണ്ടോ 4-5 മാസങ്ങൾ കൊണ്ട് ആയിരിക്കും. കാരണം എണ്ണപ്പാടങ്ങൾ പലതും കത്തുന്നു, അവിടെ റീഫൈനറികൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഹോർമോസ് കടലിലേക്ക് അടയ്ക്കപ്പെട്ടിരിക്കുന്നു, പല സ്ഥലങ്ങളിലും ഭക്ഷ്യക്ഷാമവും മാർക്കറ്റുകളിലും ധാരാളം ആളുകൾ ഇറങ്ങി വന്ന് ഭക്ഷണസാധനം വാങ്ങിക്കൊണ്ടുപോയി ചെയ്യുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഒരു നഗരത്തിൽ നിന്ന് ഒരാൾ വിളിച്ചപ്പോൾ ആ നഗരത്തിൽ ഉള്ള ആളുകൾ ഇപ്പോൾ ഭക്ഷണസാധനങ്ങളെല്ലാം വാരി കൂട്ടുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ്, അവിടുത്തെ ജില്ലാ കളക്ടർ പറഞ്ഞു, അങ്ങനെ ഭക്ഷണസാധനങ്ങൾ ഓടി വന്ന് ഒരുപാട് വാങ്ങിച്ചുകൊണ്ട് പോകരുത്, ഒരാൾക്ക് 10 കിലോ സാധനങ്ങൾ മാത്രമേ മേടിക്കാവുള്ളൂ, അതിൽ കൂടുതൽ ആരും വാങ്ങാൻ പറ്റുന്ന അവിടെ ഓർഡർ വന്നിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ജനങ്ങൾ അതും ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഭക്ഷ്യക്ഷാമം വന്നെങ്കിലോ എന്തു സംഭവിക്കും? പെട്രോൾ ഡീസൽ ഇല്ലാതെ വന്നാൽ എന്തു സംഭവിക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ചിലർ അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു വന്നേക്കുമോ എന്നൊരു സംശയത്തോടെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പശ്ചാത്തലം നിലവിൽ നിൽക്കുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ കാര്യം പറയുന്നത്. നമ്മുടെ 2026 ഈസ്റ്റർ എന്ന് പറയുന്നത് വരുന്നതിന് പിന്നത്തെ ആഴ്ചയാണല്ലോ. അത് നമ്മുടെ ഒടുക്കത്തെ ഈസ്റ്റർ എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഈസ്റ്റർ ഏറ്റവും അവസാനത്താണ് അതിനർത്ഥം. അതോടുകൂടി 2027 മറ്റൊരു ഈസ്റ്റർ നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുകയില്ല. അഥവാ സാധിച്ചാൽ നമുക്ക് ഈ സ്വാതന്ത്ര്യത്തോടെയോ ഈ സന്തോഷത്തോടെയോ ഈ ഇപ്പോഴുള്ള വാഹനം ഓടുന്നത് പോലെ ഓടിക്കൊണ്ടോ, ഇപ്പോഴുള്ള പോലെ ആകർഷണം മേടിച്ചുകൊണ്ട് വന്നുകൊണ്ടോ, ഇത്ര ആമോദത്തോടെ സന്തോഷത്തോടെയോ നമുക്കൊരു ഈസ്റ്റർ ആഘോഷിക്കാൻ സാധിക്കില്ല. 2027 ഈസ്റ്റർ, 2027 ക്രിസ്മസും 2027 ഈസ്റ്ററും നമുക്ക് തടയപ്പെടും. അതിൻ്റെ ആഘോഷ പരിപാടികളിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അത് പല രീതിയിൽ ബ്ലോക്കാവും. ഒന്ന് ഭക്ഷ്യസാധനങ്ങൾ കിട്ടാത്തതിൻ്റെ പുറത്തായിരിക്കും, മറ്റൊന്ന് വാഹനം ഇടാത്തതിൻ്റെ പുറത്തായിരിക്കും, മറ്റൊന്ന് അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ആഭ്യന്തര യുദ്ധങ്ങളോ പ്രശ്നങ്ങളോ വന്നേക്കാം.
അല്ലെങ്കിൽ യുദ്ധം മറ്റൊരു രീതിയിൽ പൊട്ടിപ്പുറപ്പെട്ടേക്കാം. ഈ പശ്ചാത്തലമെല്ലാം 2027 കാത്തു നിൽക്കുകയാണ്. ആ ഒരു പശ്ചാത്തലം കൂടെ നമ്മൾ മുന്നിൽ കാണും. ഇനി ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇനി ഒരു ഈസ്റ്റർ നമുക്ക് മനോഹരമായിട്ട് ആഘോഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ, ഇനി ഒരു അത്തരമൊരു പശ്ചാത്തലം നമ്മുടെ മുമ്പിലേക്ക് വരുന്നില്ല എങ്കിൽ നമ്മുടെ അവസ്ഥയെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കിങ്ങനെ ചിന്തിക്കാം, വരുന്ന വർഷം നമുക്കൊരു ഈസ്റ്റർ ആഘോഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അവസ്ഥ, ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ പൊതുവേ ക്രിസ്മസ് ഈസ്റ്റർ എന്നൊക്കെ പറയുമ്പോഴാണല്ലോ പൊതുവേ നമ്മളൊന്ന് കുമ്പസാരിക്കാനോ, ഒന്ന് ധ്യാനം കൂടാനോ, അല്ലെങ്കിൽ ഒന്ന് ദേവാലയത്തിൽ പോകാനോ, അല്ലെങ്കിൽ അതൊന്ന് ആഘോഷിക്കാനോ ഒക്കെ ഒന്ന് ഉത്സാഹം കാണിക്കുന്നതും അതിനായിട്ട് ഒരുങ്ങുന്നതും ഒക്കെ ആ പശ്ചാത്തലത്തിലാണ്. എന്നാൽ 27 എന്ന സംഖ്യയിലെ ക്രിസ്മസും ഈസ്റ്ററും നടക്കും എന്ന് ഞാൻ പറയുന്നില്ല, നടക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്കതിന് എങ്ങനെ വേണമെങ്കിലും വിലയെടുക്കാം. അപ്പോൾ ഇനി അഥവാ അല്പാൽപ്പം നടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ രഹസ്യാത്മകമായിട്ടോ അല്ലെങ്കിൽ നിലവിലുള്ള സന്തോഷത്തോടെയോ ആയിരിക്കുകയില്ല. ഒരുപക്ഷെ പെട്രോൾ ഡീസൽ ഇല്ലാവന്നാൽ മനുഷ്യൻ നടന്നു പോകേണ്ടി വന്നേക്കാം ദേവാലയത്തിൽ. മറ്റൊന്ന് ഭക്ഷ്യക്ഷാമം വന്നു കഴിഞ്ഞാൽ നമ്മൾ പള്ളിപ്പോക്ക് തന്നെ ഉപേക്ഷിച്ചെന്ന് വരാം. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനില്ല, പിന്നെ നമ്മൾ എങ്ങോട്ട് പോകാനാണ്? നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ തന്നെ വീഴും. അഥവാ ഇതൊക്കെ അല്പാൽപ്പം കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഉത്സാഹം നഷ്ടപ്പെട്ടിരിക്കും, വിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കും, നമ്മുടെ ജ്ഞാനം നഷ്ടപ്പെട്ടിരിക്കും, നമ്മുടെ സൗമ്യത നഷ്ടപ്പെട്ടിരിക്കും, നമ്മുടെ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കും, നമ്മുടെ മാനസിക സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ടിരിക്കും. അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലേക്ക് ലോകം നടന്നെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ് 2026 ഈ ഈസ്റ്റർ നമ്മുടെ അവസാനത്തെ ഈസ്റ്ററായിട്ട് നമുക്ക് കാണാം. പിന്നീട് ഈസ്റ്റർ ഉണ്ടാവും, അതിന് വേറെ നമ്മൾ എന്നേക്കുമായിട്ട് ഇല്ലാതെയാവുന്നല്ല എന്നർത്ഥം. മറിച്ച് ഇപ്പോൾ നമ്മൾ ദേവാലയങ്ങളിൽ പോകുന്ന ഈസ്റ്ററുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ക്രിസ്മസിൻ്റെ ആഘോഷത്തിന് പോകുന്ന ഒരു ആനന്ദവും അതിൻ്റെ പശ്ചാത്തലം, അതായത് വാഹനമുണ്ട്, ഭക്ഷണമുണ്ട്, ദേവാലയങ്ങൾ സുഗമമായി പോകുന്നു, ആ പശ്ചാത്തലത്തിൽ നമുക്ക് നടക്കുകയില്ല. മറിച്ച് അല്പാൽപമായിട്ട് നടന്നേക്കാം, അല്ലെങ്കിൽ ഓർമ്മാചരണത്തിന് വന്നേക്കാം, അല്ലെങ്കിൽ നടന്നു പോയി ദേവാലയത്തിൽ പോകേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ വാതിൽ അടയ്ക്കപ്പെട്ടേക്കാം, അങ്ങനെ വരുമ്പോൾ വീട്ടിൽ ആഘോഷിക്കപ്പെടേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ഒരു കുടുംബ കൂട്ടായ്മ പോലെ ഒരു 4, 5, 6 വീടുകൾ കൂടി അങ്ങനെ ചെയ്തേക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം, എന്തെങ്കിലും ഒരു പരിവർത്തനം, എന്തെങ്കിലും ഒരു രൂപാന്തരീകരണം ഈ വിഷയത്തിൽ അടുത്ത വർഷം വരും എന്നാണ് അർത്ഥം. പരിപൂർണമായിട്ടും ഇല്ലാതെയാകും എന്ന് ഞാൻ തീർത്തു പറയുന്നുമില്ല. അതിൻ്റെ കാരണം ചിലപ്പോൾ ഇത് ഈ രീതിയിൽ ക്രമീകരിക്കപ്പെട്ടേക്കാം. എന്തായാലും പ്രിയ സഹോദരങ്ങളെ, നാം ഇതുവരെ ഭൂമിയിൽ നാം ഇതുവരെ ജനിച്ചു വളർന്ന് ഇത്രയും പ്രായമായതിനിടയ്ക്ക് നാം സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സഹവർത്തിത്തോടെ, ആത്മീയ വിശുദ്ധിയോടെ, ഒരുക്കത്തോടെ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് നമ്മൾ ചെയ്ത ഒരു ക്രിസ്മസും ഈസ്റ്ററും ആണെങ്കിൽ അടുത്ത വർഷത്തെ ഈസ്റ്ററും ക്രിസ്മസും നമുക്ക് ആളുകളില്ലാത്ത വിധത്തിൽ, ഭക്ഷ്യക്ഷാമത്തോടുകൂടി, വാഹനങ്ങളില്ലാത്ത വിധത്തിൽ, അതാ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പരിമിതമായ അവസ്ഥയിൽ ആഘോഷിക്കുന്ന അവസ്ഥയിലേക്ക് അടുത്ത വർഷം 2027 സംബന്ധിച്ചു. 2028 ഇതൊന്നും നടക്കുകയുമില്ല. എല്ലാം ഒരു പരിസമാപ്തിയിലെത്തും. 28 എന്തു സമയം 2-ാം മുദ്ര പൊട്ടുകയും ചെയ്യും. വെളിപാടിൻ്റെ പുസ്തകം 6-ാം അധ്യായം 2-ാം തിരുവചനം. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, അവർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ ഞാൻ അവർക്ക് കൽപ്പന കൊടുത്തു എന്ന് പറയുമ്പോൾ ഭൂമിയിൽ ഒരുവിധ സമാധാനവും, എന്നവർ ദൈവികമായിട്ട് ഒരു സംവിധാനങ്ങളോ കുർബാനകളോ ദേവാലയങ്ങളോ ഉണ്ടായിരിക്കുകയില്ല. ആളുകൾ തീരെ വരാൻ പറ്റാത്ത അവസ്ഥയിലും പുറത്തിറങ്ങിയ കൊല്ലപ്പെടുന്ന അവസ്ഥ വന്നേക്കാം. അതിന് ഭക്ഷ്യക്ഷാമം രൂക്ഷമാകും. ഈ പശ്ചാത്തലങ്ങളൊക്കെ അതിൻ്റേതായ ശക്തമായ രൂപത്തിൽ 2028 വരും. പക്ഷേ ഈ 2026 കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് ഗ്യാസ് മാത്രമേ അപ്രത്യക്ഷമായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഗ്യാസ് മാത്രമേ കിട്ടാത്തുള്ളെങ്കിൽ അടുത്ത വർഷം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 6 മാസം മുന്നോട്ട് പോയാൽ തന്നെ, ഈ 2026 തന്നെ ഒരു 6 മാസം ഇങ്ങനെ മുന്നോട്ട് പോയാൽ അടുത്ത സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസം വരുമ്പോഴത്തേനും ഭക്ഷ്യക്ഷാമം വരും, പെട്രോൾ ഡീസൽ കിട്ടാതെ വരും, ഇതൊക്കെ വരും. കാരണം ഈ യുദ്ധം അങ്ങോട്ട് അവസാനിക്കുക എന്നുള്ളതല്ല അതിൻ്റെ പിന്നിലെ ലക്ഷ്യം. ഇത് ആരംഭിച്ചു വെച്ചെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുക എന്നുള്ളതാണ്. അതിന് ചിലപ്പോൾ 1 മാസം ഗ്യാപ്പ് വന്നേക്കാം, അല്ലെങ്കിൽ 2 മാസം ഗ്യാപ്പ് വന്നേക്കാം. വരുമെന്ന് എനിക്ക് തോന്നിക്കുന്നില്ല, കാരണം അങ്ങനെയല്ല അതിൻ്റെ പശ്ചാത്തലം പോകുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റൊരവസ്ഥ വരും. ഇനി മറ്റൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും വരുന്നുള്ളതിനെ പറ്റി നമുക്ക് വ്യക്തമായ രീതിയിൽ നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് പല രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, 2027 എന്ന സംഖ്യയിൽ നിന്നും 7 കുടുംബങ്ങൾ 2034 കിട്ടുമെങ്കിൽ അതിന് അടിസ്ഥാനപരമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ
ഒരു ഡേറ്റ് സംബന്ധമായി എഴുതപ്പെട്ടിരിക്കുന്ന വചനം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 39 അധ്യായം അതിൻ്റെ 9 തിരുവചനം. അത് ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഈ പശ്ചാത്തലം ഒന്നുകൂടി പറയണം. അതിങ്ങനെ പതിക്കുന്നത്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ ദിവസത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ നഗരങ്ങളിൽ വസിക്കുന്നവർ പുറത്തു വന്ന് പരിച, കവചം, വില്ല്, അമ്പ്, ഗദ, കുന്തം എന്നീ ആയുധങ്ങൾ കൊണ്ട് 7 വർഷത്തേക്ക് തികത്തിക്കും. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാവുന്ന കാര്യം, ഇത് എഴുതിയിട്ട് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. BC 1000 വർഷം മുമ്പ്, ഇപ്പോൾ ഏകദേശം കണക്കൂട്ടി 3000 വർഷങ്ങൾക്ക് മുമ്പൊക്കെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അന്നത്തെ അമ്പും വില്ലും എടുത്തുകൊണ്ട് വന്ന് ഇന്ന് ഇസ്രായേൽക്കാർ യുദ്ധം ചെയ്യുന്നുകൊണ്ടില്ല നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ആ അമ്പിൻ്റെയും വില്ലിൻ്റെയും ഗദയുടെയും കുന്തത്തിൻ്റെയും സ്ഥാനത്ത് അതേ വസ്തുക്കളുടെ രൂപാന്തരപ്പെട്ട പരിഷ്കരിച്ച ആധുനിക യന്ത്ര ഉപകരണങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ 2027 എന്ന സംഖ്യയിൽ അടുത്ത വർഷം എത്തുമ്പോൾ ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് യുദ്ധമെങ്കിൽ ആ യുദ്ധം 7 വർഷത്തേക്ക് പോകും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കാം. അടുത്ത് ഇതൊക്കെ ആയിട്ടും പ്രിയപ്പെട്ടവരെ, ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ശ്രദ്ധാപൂർവ്വം കേട്ടാൽ മനസ്സിലാക്കുന്ന ഒരു സത്യം ഞാൻ പറഞ്ഞുതരാം. അത് സക്കറിയ പറയുന്ന പുസ്തകമാണ്. ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ഈ UAE രാഷ്ട്രങ്ങളുമൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിട്ടും എന്തുകൊണ്ട് ഉത്തരദേശത്തെ രാജാവ് ദക്ഷിണദേശത്തെ രാജാവിനെതിരെ വന്നിട്ടില്ല? ഉത്തരദേശത്തെ രാജാവ് എന്ന് പറയുന്നത് റഷ്യയും ആ ഭാഗത്തുള്ള അവരുടെ ആൾക്കാർ, ദക്ഷിണദേശത്തെ രാജാവ് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ, അമേരിക്ക, അത് അവരുടെ ആൾക്കാർ. ഇവർ തമ്മിൽ ഒരു പോർമുഖം തുറന്നിട്ടില്ല, അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനപരമായ ഒരു അടിസ്ഥാന കാരണം, ഒരു ബേസിക് റീസൺ, അതായത് അടിസ്ഥാന കാരണം വേണം. ഈ ഉക്രൈൻ യുദ്ധം വന്നിട്ടും അത് അവിടെ കൊണ്ട് തീർന്നു. ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ ഒരു 5-6 മാസം, 1 വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ പ്രശ്നമുണ്ടായി. അത് അവിടെ കൊണ്ട് പെട്ടെന്ന് തീർന്നു. പാലസ്തീനുമായിട്ടുള്ള പ്രശ്നം അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതും അവിടെ സമാപിച്ചു. പിന്നെയുള്ളത് ഇറാനുമായിട്ടുള്ള പ്രശ്നമാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ അവസാനിക്കുമെന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അങ്ങനെയെങ്കിൽ ഈ 2027 ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം, എല്ലാ ജനത്തെയും ബാധിക്കുന്നൊരു കാരണം നമുക്ക് വേണം. അങ്ങനെ കാരണം എല്ലാവരെയും ബാധിക്കുന്നൊരു കാരണം വന്നാലേ ഇത് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുള്ളൂ. അത് സക്കറിയ പറയുന്ന പുസ്തകം 12 അധ്യായം അതിൻ്റെ 3 തിരുവചനമാണ്. അവിടെയും വന്നിരിക്കുന്നത് അന്ന് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾക്കറിയാം. എസെക്കിയേൽ പുസ്തകം ഞാൻ പറഞ്ഞു. അവിടെയും വന്നിരിക്കുക, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇതാ അത് വരുന്നു. അത് സംഭവിക്കുന്നതിന് ആ ദിനത്തെക്കുറിച്ചാണ് വന്നിരിക്കുന്നത്. അന്ന് എന്ന സംഖ്യയെക്കുറിച്ച്, ആ ദിവസത്തെക്കുറിച്ച്. ഇവിടെ സക്കറിയ പുസ്തകത്തിൽ അന്ന് എന്ന് പറയും, ആ ദിവസം, അന്ന്. വീണ്ടും അന്ന് എന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് 2ാമത്തെ വചനം പറയുകയാണ്. അത് സക്കറിയ 12:3. അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമേറിയ കല്ലാക്കും, അത് വെക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും, ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും. കർത്താവ് അരുളിച്ചെയ്യുന്നു, അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരക്കാരന്മാർക്ക് ഭ്രാന്തും വരുത്തും. ജനതകളുടെ കുതിരകളെ അന്തമാക്കുന്ന അന്ന് ഞാൻ യൂദാഭവനത്തെ കടാക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, അന്ന് എന്ന് പറഞ്ഞ ദിവസവും 2027 ജനുവരി 1 ജനുവരി 7 ആണ്. ആ 7 വർഷത്തെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അടിസ്ഥാന കാരണം എന്ന ജെറുസലേം ദേവാലയത്തിൻ്റെ പണിയാണ്. ആ ജെറുസലേം ദേവാലയത്തിൻ്റെ പണി അന്ന് അവർ പണിയുകയോ പണി തുടങ്ങുകയോ അതിൻ്റെ സംവിധാനം ഒരുക്കുകയോ എന്തിനു ചെയ്യും. അത് അടിസ്ഥാനപരമായി ലോകം മുഴുവൻ എല്ലാവരെയും ബാധിക്കുന്ന, എല്ലാ ഇസ്രായേൽ ജനത്തെ ബാധിക്കും, എല്ലാ ക്രിസ്ത്യാനികളെ ബാധിക്കും, എല്ലാ മുസ്ലിങ്ങളെ ബാധിക്കും, അത് എല്ലാ ഹിന്ദുക്കളെയും ബാധിക്കും, എല്ലാ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യവർഗത്തെയും. അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്, അതിനെതിരെ എല്ലാ ജനങ്ങളും ഒത്തുചേരുന്നു വന്നിരിക്കുന്നത്. അപ്പോൾ 2027 തുടക്കത്തിൽ, 7 വർഷത്തെ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ, അന്ന് എന്ന ദിവസത്തിൻ്റെ തുടക്കത്തിൽ എന്ത് സംഭവിക്കും? ഈ സംഭവം അതിൻ്റെ പശ്ചാത്തലമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ ലോകത്തെ UAE രാഷ്ട്രങ്ങളെല്ലാം ഇറാനെതിരെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇറാൻ ആരും പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല, അല്ലെങ്കിൽ ഇറാൻ ഒറ്റപ്പെട്ടു തോറ്റു എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇറാന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകളും രാജ്യങ്ങളും വരും. അങ്ങനെ പെട്ടെന്ന് തന്നെ ലോകം 2 ചേരിയായിട്ട് തിരികുകയും അതതിൻ്റെ മറ്റൊരു തലത്തിൽ, യുദ്ധത്തിൻ്റെ തലത്തിലേക്ക് മാറുകയും ചെയ്യും. കാരണം ജെറുസലേമിൽ ദേവാലയം പണിയാൻ അവർക്ക് താല്പര്യമില്ല, ഇഷ്ടപ്പെടില്ല, ആരും അത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അത് ആഗോള യുദ്ധം ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും, ലോകത്തെ ജനങ്ങൾ തമ്മിൽ ഭയാനകമായ രീതിയിൽ ഭിന്നിക്കുമെന്ന് ലോകജനത്തിനറിയാം. അതിൻ്റെ ഒരു പശ്ചാത്തലമാണ് നമുക്കറിയാം നമ്മുടെ അയോധ്യയും രാമക്ഷേത്രവും ബാബരി മസ്ജിദും ഇന്ത്യയിലുണ്ട്. ഇത് അതിൻ്റെ ഒരു മോഡൽ പശ്ചാത്തലമാണ്. അതിൻ്റെ മറ്റൊരു പശ്ചാത്തലമാണ് ജെറുസലേം ദേവാലയം, ജെറുസലേം ദേവാലയത്തോടനുബന്ധിച്ച് വരുന്ന അൽ-അക്സ പള്ളിയുടെ പ്രശ്നമാണ്.
അത് അന്ന് ഈ സംഭവം നടക്കും. എന്ത് സംഭവിക്കും? ഈ സംഭവം നടക്കും. ഇതെല്ലാം വ്യക്തമായിട്ട് നടക്കുമെന്നും നടക്കുന്നു. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ ആരോഗ്യപ്പെട്ട ആ മുദ്ര തുറക്കുന്നതിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഒരു മൂന്നാം ഘട്ടം എന്ന നിലയിൽ വെളിപാടിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 1-ാം തിരുത്തി ഇങ്ങനെ പറയാണ്: കുഞ്ഞാട് ആ 7 മുദ്രയിൽ ഒന്ന് തുറന്നപ്പോൾ ഞാൻ നോക്കി, ആ 4 ജീവികളിൽ ഒന്ന് ഇടിനാദം പോലുള്ള സ്വരത്തിൽ വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിനെ പുറത്ത് ഒരു വില്ലുമായിരിക്കുന്ന ഒരുവൻ. അവൻ ഒരു കിരീടം നൽകപ്പെട്ടു. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ജൈത്രയാത്ര ആരംഭിച്ചു. അതായത് വെള്ളക്കുതിര എന്നതുകൊണ്ട് 2 അർത്ഥമാകുന്നു. ഒന്ന്, വെള്ളക്കുതിരയുടെ അർത്ഥമാകുന്ന ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ. 2, വെള്ളക്കുതിര ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ മേൽ ഒരു കുതിരയുടെ പുറത്തിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ഇത് രണ്ടും ഒരു തുല്യത അർത്ഥം ആക്കുന്ന ഒരു വചനമാണ്. അപ്പോൾ 1-ാമത്തെ മുദ്ര പൊട്ടുന്നതും 1-ാമത്തെ മുദ്ര തുറക്കുന്നതും ആഗോള 3-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതും തുടങ്ങുന്നതുമായ ഒരു സംഭവമാണ് വെളിപാട് ഗ്രന്ഥത്തിൽ പതിരിക്കുന്നത്. അത് സംഭവിക്കുന്നതും ഈ 2027 ആദ്യ കാലഘട്ടമാണ്. അത് 1-ാം മുദ്ര അവിടെയാണ് പൊട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കും എന്ന് ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നതിനിടയ്ക്ക് ഒരു ക്രിസ്മസും ഒരു ഈസ്റ്ററും അസാധ്യമാണ്. ഓർത്തുകൊള്ളണം പ്രിയ ക്രിസ്ത്യാനികളെ, കേരള സഭയെ, ഭാരത സഭയെ, ആഗോള സഭയെ. കേരള സഭയിലെ ആഗോള സഭയിലെ 140 കോടി വരുന്ന ക്രിസ്ത്യൻ ജനവിഭാഗത്തോടായി എളിദാസൻ പറയുകയാണ്: നമുക്ക് ഈ ഒരു ഈസ്റ്റർ മനോഹരമായിട്ടും പ്രാർത്ഥനാപൂർവ്വം വളരെയേറെ പ്രാധാന്യത്തോടെ എൻ്റെ ആത്മാവിൻ്റെ സമ്പൂർണ്ണ വിശുദ്ധിക്ക് വേണ്ടി, എൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും രൂപാന്തരീകരണത്തിന് വേണ്ടി, എൻ്റെ കുടുംബത്തിൻ്റെ സമൂല പരിവർത്തനത്തിന് വേണ്ടി, എൻ്റെ സമൂലമായ വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും രൂപീകരണത്തിന് വേണ്ടി, അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, അതിനുവേണ്ടി എത്ര ധ്യാനം കൂടാമോ, എത്രമാത്രം കുമ്പസാരക്കൂട്ടിലേക്ക് ഓടാമോ, എത്രമാത്രം വിശുദ്ധ ബലിക്ക് പോകാമോ, എത്രമാത്രം ഏകദിന പ്രോഗ്രാമിൽ സംഭവിക്കാമോ, എന്തുമാത്രം പ്രാർത്ഥനകളും ധ്യാനങ്ങളും ആരാധനകളും കുമ്പസാരങ്ങളും നടത്താമോ, എന്തുമാത്രം ഉപവാസ പ്രാർത്ഥന ചെയ്യാമോ, എത്രമാത്രം പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അനേകർക്ക് രോഗികളെ പോയി കണ്ട് അവരെ ആശ്വസിപ്പിച്ച് കർത്താവിൻ്റെ നാമത്തിൽ പണവും സ്വർണവും ഒക്കെ അവർക്ക് വാരി കൊടുക്കണം. പ്രിയപ്പെട്ടവർ, ഈ ലോകത്ത് നിങ്ങളുടെ സ്വർണവും വെള്ളിയും തെരുവിലേക്ക് വലിച്ചെറിയുമെന്ന് എസ്ഐ വസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണ്ണങ്ങൾ മുഴുവനും ഒന്നിനും കൊള്ളാത്ത വസ്തുവായിട്ട് 2027 മാറും. അതിന് യാതൊരു സംശയം വേണ്ട. ഇപ്പോൾ വിറ്റ് പണമാക്കുന്നവർക്ക് കർത്താവിൻ്റെ പണമുണ്ടാകും. ആ പണം ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സെറ്റിൽമെൻറ്റ് ചെയ്യുക. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ സ്വർണവും പണവും നിങ്ങൾ സൂക്ഷിച്ചു വെക്കരുത്. നിങ്ങളുടെ സ്വർണവും പണവും വെള്ളിയും തെരുവിലേക്ക് വലിച്ചെറിയുമെന്ന് എസ്ഐ പുസ്തകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വെളിപാട് പുസ്തകം വരുമ്പോൾ വെളിപാട് 13 അതുമായിട്ട് എന്തെല്ലാം കച്ചവടങ്ങളാണ് ഇല്ലാതാകുന്നതെന്ന് അതിനകത്ത് വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്നുണ്ട് അത് എന്തൊക്കെ സാധനങ്ങൾ ഇല്ലാതെയാണ് കച്ചവട സാധനങ്ങൾ അവസാനിക്കുന്നതായിട്ട് വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഇന്ന സാധനങ്ങൾ കച്ചവടം നടക്കുന്നില്ല, അതെല്ലാം തിരസ്കരിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ വചനം വായിക്കുന്നുണ്ട്. അതേപോലത്തെ അതിൻ്റെ മറുവശത്ത് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ എല്ലാം വന്നിരിക്കുന്ന ഇന്ന സാധനങ്ങൾ നമ്മൾ കച്ചവടം നടക്കുകയില്ല, അത് ഉപേക്ഷിക്കപ്പെടും, അത് നിന്നുപോകും എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിലേക്ക് ആഗതമാകുന്ന പശ്ചാത്തലത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. അത് വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം 11-ാം തിരുവചനം മുതൽ: ഭൂമിയിലെ വ്യാപാരികൾ അവളെക്കുറിച്ച് കരയുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. അവരുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല. കച്ചവട സാധനങ്ങൾ ഇവയാണ്: സ്വർണം, വെള്ളി, രത്നങ്ങൾ, മുത്തുക്കൾ, മുതലവസ്ത്രങ്ങൾ, തോമവസ്ത്രം, രക്താംബരം, പട്ട്, സുഗന്ധമുള്ള പലതരം പത്തടികൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ എടുത്തു പറയുന്നത് എന്താണ്? സ്വർണവും വെള്ളി എന്ന് പറയുന്നത് ആരും വാങ്ങുന്നില്ല. അവരുടെ കച്ചവട സാധനങ്ങൾ ഇവയാണ്: സ്വർണം, വെള്ളി, രത്നങ്ങൾ. അപ്പോൾ ആഭരണ വസ്തുക്കൾ, ഏറ്റവും മൂല്യമുള്ള ലോകവസ്തുക്കളായ സ്വർണം, വെള്ളി, രത്നങ്ങൾ എന്നിവ കച്ചവട സാധനങ്ങളാണ്. അതാരും വാങ്ങുന്നില്ല. അത് വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നു. അത് എസ്ഐ അത് സ്വർണവും വെള്ളിയും നിങ്ങളുടെ തെരുവിലേക്ക് വിളിച്ചിരിക്കും, കാരണം 100 രൂപ പോലും വില വിലയില്ലാത്തവരും അങ്ങനെ കർത്താവ് വന്നിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് അടുത്ത വർഷം 2027 അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നാം ഇവിടെ ആയിരിക്കുന്ന നിമിഷങ്ങളിൽ ഇത് നമ്മുടെ ഒരു അന്ത്യ ഈസ്റ്റർ ആണെന്നും ഈ വർഷം നമ്മൾ ആഘോഷിച്ച ക്രിസ്മസ് അന്ത്യ ക്രിസ്മസ് ആണെന്നും കണ്ട് ഗ്രഹിച്ച്
മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ശക്തിയും ധൈര്യവും ജ്ഞാനവും വിവരവുമുള്ള ആരാണെങ്കിലും അവർക്ക് ഒരുങ്ങുവാനുള്ള ഏതാനും മാസങ്ങൾ മാത്രം നമ്മുടെ മുമ്പിൽ അവശേഷിച്ചിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധാപൂർവം, വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ഈ കൊല്ലത്തെ ക്രിസ്മസിനെ അല്ലെങ്കിൽ ഈസ്റ്ററിനെ നമ്മൾ ആ രീതിയിൽ കണ്ട് ആഘോഷിച്ചോണം. അതായത് വിശുദ്ധിക്ക് വേണ്ടി, വിശ്വാസത്തിൻ്റെ വർധനു വേണ്ടി, എൻ്റെ രൂപാന്തരണത്തിന് വേണ്ടി, എൻ്റെ കുടുംബത്തിൻ്റെ സമൂല വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തു വിഭാവന ചെയ്ത ആ സ്നേഹ ഐക്യം, ആ പരസ്നേഹം കുടുംബത്തിൽ നിറയാൻ, മക്കൾക്ക് നിറയാൻ, സമൂഹത്തിന് കൊടുക്കാൻ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. കാരണം അടുത്ത വർഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എല്ലാ പശ്ചാത്തലവും പറഞ്ഞു കഴിഞ്ഞു. ദാനിയേൽ പുസ്തകത്തിൽ പറഞ്ഞത്, സക്കറിയാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത്, വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞത് എല്ലാം അന്ന് എന്നുള്ള ദിവസത്തെക്കുറിച്ചും ആ പശ്ചാത്തലത്തെക്കുറിച്ചും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ ഈസ്റ്റർ ഒരു അവസാനത്തെ ഈസ്റ്റർ ആണെന്ന് നാം ഗ്രഹിക്കുക എന്നാണ് പറയാം. ഇത് മനസ്സിലാക്കാനുള്ളതല്ല. എന്നല്ല ഞാൻ പറഞ്ഞു, ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശിഷ്യന്മാരുടെ ഈശോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവയെല്ലാം ഗ്രഹിച്ചുവോ? അപ്പം ശിഷ്യന്മാർ ഉപകർത്താവേ എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. അവർക്ക് വല്ലതും മനസ്സിലായിട്ടാണോ? അവരിലും ഗ്രഹിച്ച ഒറ്റ സെക്കൻഡിൽ മനസ്സിലാക്കണം. ഒറ്റ സെക്കൻഡിൽ സത്യത്തെ ഉൾക്കൊണ്ട് ബോധ്യപ്പെട്ട് അത് സ്ഥിരീകരിക്കണം, നമ്മുടെ ആത്മാവിൽ സ്ഥിരീകരിക്കണം. ഇത് ശരിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നതിനാണ് ഗ്രഹിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ ചോദിക്കണം, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിവെല്ലാം ഗ്രഹിച്ചുവോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, ഞങ്ങൾക്ക് ഇതൊന്നും ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല, ഇതൊന്നും യാഥാർത്ഥ്യമാണ്, നിങ്ങൾ വിശ്വസിക്കുന്നില്ല, ഇത് ശരിയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഇത് വേറെ ആരും പറഞ്ഞ് കേൾക്കുന്നില്ല, ഇത് നിങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, അല്ലെ ചില ബന്ധുക്രിസ്തു ഭാഗങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ, നമ്മുടെ കത്തോലിക്ക സഭ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഗ്രഹിക്കാൻ പോയിട്ട് മനസ്സിലാകുന്ന പോലില്ല. എൻ്റെ മകൻ ഇപ്പോൾ IELTS എഴുതിയിട്ടിരിക്കുകയാണ്, എൻ്റെ മകൾ കഴിഞ്ഞ ദിവസം ജർമ്മൻ ഭാഷ എഴുതിയിട്ടിരിക്കുകയാണ്, ജയിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഏജൻറ്റെ കണ്ടിട്ട് ഒരു 5 ലക്ഷം കൊടുത്തിട്ടുമുണ്ട്. ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞോ അക്കരയ്ക്ക് പോകാൻ വേണ്ടി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പൊന്നു മുതലേ, ഈ അവസാന ക്രിസ്മസ് ഈസ്റ്റർ ആണെന്ന് പറയരുതേ, ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമ്പാദിക്കാനുണ്ട്, കുറച്ചുകൂടി ലോകത്തിൽ കൂടെ ഓടാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്നവരുടെ ശ്രദ്ധിക്കായിട്ട് ഞാൻ പറയുകയാണ്, കാലം കഴിഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവ് പടിവാതിക്കൽ മുട്ടി നിൽക്കണം. അതിൻ്റെ 1ാം ലക്ഷണം നമ്മുടെ വീട്ടിൽ ഗ്യാസ് വരുന്ന സംഭവത്തെ അത് തടയപ്പെട്ടിരിക്കും. നാളെ അത് പെട്രോൾ ഡീസൽ വരുന്നത് തടയപ്പെടും. നാളെ കഴിഞ്ഞ് ഭക്ഷ്യസാധനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് തടയപ്പെടും. ഈ 3ഉം പൂർത്തിയായാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾക്കറിയാം. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവിനായിട്ട് നാം ആത്മീയ തലത്തിൽ, ഭൗതിക തലത്തിൽ, ശാസ്ത്രീയ തലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ, ബുദ്ധിതലത്തിൽ, ശാരീരിക തലത്തിൽ, ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ ഒക്കെ അതിശക്തമായ ആത്മീയ രൂപാന്തരണ പ്രക്രിയ എവിടുന്ന് പോയി നിങ്ങൾ മേടിച്ചാലും കുഴപ്പമില്ല. എൻ്റെ ധ്യാനത്തിലൊന്ന് കൂടണമെന്നോ എൻ്റെ അടുത്തേക്ക് ഒന്നും ഞാൻ പറയുന്നില്ല, പ്രിയപ്പെട്ടവർ, അതൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ അടുത്തുള്ള സൗകര്യം ഉണ്ടായിരിക്കും എന്നും മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങളെല്ലാം ഓടി വന്ന് ധ്യാനം കൂടണമെന്നൊന്നും എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. ആരും പറഞ്ഞില്ലെങ്കിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആരെങ്കിലും ഒരാൾ വന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ഇഷ്ടമുള്ള ജ്ഞാനം നേടി ഇഷ്ടമുള്ള രീതിയിൽ ഒരുങ്ങിക്കൊള്ള പ്രിയപ്പെട്ടവരെ. കാരണം നമുക്ക് ഇനി നമ്മളെ ഒരുക്കാനായിട്ട് ആരെങ്കിലും വരുമെന്നോ നമുക്കൊന്ന് ഒരുങ്ങാനുള്ളൊരു അവസരം ലഭിക്കുമെന്നോ ആരും വിചാരിച്ചു പോയത്. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനെ പരിശോധനകളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരനായിട്ട് ഒരുങ്ങുന്ന നമ്മളെ സർവശക്തനായ ഈശോ നമ്മെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.